ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധുമോളത്തിൻ്റെ ഒരു എന്താ പറയുക, ഒത്തിരി എനിക്ക് മനസ്സിന് സന്തോഷം നിറഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്കും എല്ലാവർക്കും സന്തോഷമായിരിക്കും ഇതെനിക്കറിയാം. എൻ്റെ ഹാപ്പിനെസ് നിങ്ങളുടെ ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പം ഇന്ന് ഒരു വിശേഷപ്പെട്ട ദിവസമാണ്. നമ്മുടെ വീട്ടിലോട്ട് 2-3 പേര് വരുന്നുണ്ട്. ആരാണെന്നൊക്കെ ഉള്ളത് സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. അവരെ കാണിച്ചു തന്നാൽ പോരെ. നിങ്ങളും കാണാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് കേട്ടോ, ഇഷ്ടമുള്ള ആൾക്കാരാണ് കേട്ടോ. പലപ്പോഴും പല വീഡിയോസിനകത്ത് അവരെ ഒന്ന് കാണിച്ചു തരുമോ എന്ന് കുറേ അധികം ആൾക്കാർ കമൻ്റൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളാണ് വരുന്നത്. അപ്പോൾ ആരാ എൻ്റെതൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാകുമായിരിക്കും. എന്തായാലും വരട്ടെ. വരുന്നതിന് മുന്നോടിയായിട്ട് കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ചെയ്ത് ഒതുക്കി പിറക്കി വെച്ചിട്ട് വീഡിയോ എടുത്തെടുത്ത് വെച്ചിട്ട് എല്ലാം ഒതുക്കി റെഡിയാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞ് കുളിയും കഴിഞ്ഞു. ഇനി ഒന്ന് രണ്ട് കുഞ്ഞു പരിപാടികളും കൂടെയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിളിച്ചു നോക്കി, ഒരു 10-11 ആയപ്പം വിളിച്ചു നോക്കിയപ്പോഴത്തേക്കും അവർ ഒരു സ്ഥലത്ത് ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് കിടക്കുവാണെന്ന് പറഞ്ഞു കേട്ടോ. 2 മണിയൊക്കെ ആകുമ്പോഴത്തേനും എത്തും എന്നൊരു പ്രതീക്ഷ. അപ്പോൾ എന്തായാലും നീ കഴിച്ചിട്ടൊക്കെ ഇരുന്നോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചേട്ടായിക്ക് ഇരിക്കാനായിട്ട് പറ്റാത്തതിൻ്റെ ഒരു സങ്കടമുണ്ട്. ഇവിടെ അവർ വരുന്നത് നോക്കി വെയിറ്റ് ചെയ്ത് കാത്തിരിക്കാത്തതിൻ്റെ ഒരു ചെറിയ സങ്കടവും വിഷമമൊക്കെ ഉണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ക്യാമറ ഫോണൊന്നും നോക്കുന്നത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അതിനകത്ത് വന്നിട്ട് ചോദിക്കുക, വന്നോ അവർ വന്നോ. എൻ്റെ പണി നടക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇപ്പോഴും ക്യാമറയ്ക്കകത്ത് വന്നിട്ടുണ്ടെന്ന് തോന്നി ചേട്ടായി. അപ്പോൾ എന്തായാലും ചേട്ടനെ അവർ ഇവിടെ വന്നാൽ അവിടെയും പോയി കണ്ടിട്ടേ പോകത്തുള്ളൂ. ഇന്ന് കണ്ണൻ്റെ ചേട്ടനില്ല, സജിയില്ല. അപ്പം അപ്പുറത്തും ഇപ്പുറത്തും കൂടെ ഇവരെല്ലാവരും കൂടെ മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് ചേട്ടായിക്ക് ലീവ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എന്നാലും രാവിലെ തന്നെ എല്ലാ സാധനങ്ങളും മേടിച്ച് ഇറക്കി കൊണ്ടുവന്ന് ഇവിടെ സെറ്റാക്കി തന്നിട്ടുണ്ട്. അവർ വരുമ്പോഴത്തേനും എല്ലാം ഓക്കെ ആക്കി റെഡിയാക്കി വെക്കണമെന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഒരു വട്ടം കേട്ടോ, വന്നിട്ട് ആരാണ് എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് വീഡിയോ ഓടിപ്പോയി കണ്ടോ. അപ്പോൾ ഇന്ന് അടുക്കള കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. ക്യാബേജ് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയാം, ക്യാബേജ് തോരൻ വെക്കണം, ഒരു സാലഡ് ഉണ്ടാക്കണം, മോരിന് അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ കണ്ടു വെച്ചതാണ്. അത് ബീഫിന് വേണ്ടിയിട്ട് തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചതാണ്. ബീഫിന് വേണ്ടിയിട്ട് ഉള്ളിയും സവോളയും ഇതൊക്കെ എടുത്ത് വെച്ചതാണ്. പിന്നെ ഇപ്പം നിങ്ങളെയൊക്കെ കൊതിപ്പിക്കാൻ പറ്റുന്ന ഒരു സാധനം കാണിച്ചു തരാം. കുമ്പിളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് കുഴച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്നു. ചക്കപ്പഴം, കുമ്പിള് എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്നറിയാമോ? ഇത് ചെയ്യുന്നതിൻ്റെയൊക്കെ പിന്നിൽ ഒരു കാര്യമുണ്ട്. എന്നാണെന്നുള്ളത് ഞാൻ പറയാവേ. പിന്നെ ഇങ്ങോട്ടേക്ക് കുഞ്ഞടുക്കളയിലോട്ട് വന്നു കഴിഞ്ഞാൽ വേണ്ട മീൻ, ഏതായാലും വെട്ടിയ മീനുണ്ടായിരുന്നത് സെറ്റായി. അതുകൊണ്ട് വറക്കാം, കറി വെക്കാമെന്ന് ഓർത്തുകൊണ്ട് എടുത്ത് വെള്ളത്തിലിട്ടാണ് കേട്ടോ. ഫ്രീസറിൽ ഇരിക്കുമായിരുന്നു. ചക്കപ്പഴത്തിൻ്റെ കുരു ഞാൻ കഴുകി എടുത്ത് വെക്കാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ. പിന്നെ സാധനമൊക്കെ മേടിച്ച് കൊടുത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞാൽ ഇച്ചിരി ഞാലിപ്പൂമ്പഴം മേടിക്കണമെന്നേ. പൈസ കൊടുത്ത് വിടുക ചെയ്ത് ഓട്ടോക്കാരൻ ചേർക്കാൻ പറഞ്ഞു, വലിയധികം പഴുത്തില്ലെന്ന്. പിന്നെ പാല്, അത് പിന്നെ നമ്മളെ സ്ഥിരമാണ്. പാലും തൈരും കൂടെ ഒരുമിച്ച് വെക്കരുതെന്നൊക്കെ എല്ലാവരും പറയുന്നേക്കാം അല്ലേ. പപ്പടം, എൻ്റെ അമ്മയെ 2 കൂടെ, അതൊക്കെ കുറച്ച് മതിയെന്ന് പറഞ്ഞാൽ. ഇഞ്ചി, ബീഫ് ഞുറുക്കേണ്ടതാണെന്ന് തോന്നുന്നു. അപ്പം എല്ലാം സെറ്റാക്കാം. ഒരു കറി വെച്ചു, മീൻ വറക്കാനായിട്ട് പുരട്ടി സൂപ്പറായിട്ട് വെച്ചു. മീൻ കറി അടുപ്പേക്ക് കയറ്റി. ഇനി ബാക്കി പരിപാടി നല്ല ആറ്റുമീൻ കറി കേട്ടോ. ഈ മീൻ്റെ പേര് കട്ടള എന്നാണ് കേട്ടോ, കട്ടള. അപ്പം സമയം 2:30 ആയി കേട്ടോ. ഇതുവരെ എത്തിയിട്ടില്ല. ഭയങ്കര മഴക്കാറുണ്ട്. ഇത്രയും നേരം തെളിഞ്ഞ് നിൽക്കായിരുന്നു. ഇപ്പം നല്ല മഴക്കാറായി. ഇനി പേരും മഴയായിട്ട് വരാനാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇതുവരെ എത്തിയിട്ടില്ല. വാഗമണ്ണ് എത്തിയെന്ന് പറഞ്ഞു. ഇപ്പോൾ വരേണ്ട സമയമായി വാഗമണ്ണ് എത്തിയെന്ന് പറഞ്ഞിട്ട്. എന്നാ പറയാനാ. പിന്നെ ചേട്ടായും കണ്ണനും അവർ വന്ന് കാണുമെന്നും കൂടെ ഓർത്തുകൊണ്ട് ഓടിപ്പടപെടുത്ത് വന്നു കേട്ടോ. അല്ല ഇച്ചിരി ചോറും വന്നുകൊണ്ടിട്ട് ഓടിപ്പോയി. കടയിൽ വേറെ ആരും ഇല്ല. ഇന്ന് ചോറ് കിട്ടത്തില്ല. വീട്ടിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് അവിടെ നിശയില്ല. നിശ വീട്ടിൽ പോയേക്കുവാണ്, സജിയുടെ ഭാര്യ കണ്ണൻ്റെ ചേട്ടത്തി. അപ്പം ഓടി 2 പേരും കൂടെ വന്ന് ലേശം ചോറും കൊണ്ടിട്ട് അവർ ഓടിപ്പോയി കേട്ടോ. ഇവരെ കൂടെ കാണാമെന്നോർത്ത് വന്നാൽ, പക്ഷേ എന്നിട്ട് ഇതുവരെ ഇവർ വന്നിട്ടില്ല. പിന്നെ എന്നാ ചെയ്യാനാ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല മഴ മൂടലുണ്ട്. എൻ്റെ ദൈവമേ, എവിടെ എത്തിയെന്ന് അറിയത്തില്ല. എനിക്കൊരു കാര്യമുണ്ടേ, ആരെങ്കിലും വരുവാന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളത്. എന്നിട്ട് പണിയെല്ലാം ചെയ്ത് തീർന്നു കഴിഞ്ഞേ വരാവുള്ളൂ. അതിന് മുമ്പേ വരരുത്. എനിക്ക് അവരുമായിട്ട് വലിയ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കണം. അതാണ് എൻ്റെ ഒരു ഇഷ്ടം. അപ്പം പണിയൊക്കെ തീർന്നു കഴിഞ്ഞ് ഞാൻ കുളിയും പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം തന്നെ വരുകയും ചെയ്യണം. പിന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം. ഇങ്ങോട്ട് വരട്ടെ, 2 കൊടുക്കാം അല്ലേ. അയ്യോ, ആ കൊച്ചിനെ ഓർക്കും. ഇന്ന് കൊടുത്തിട്ടുണ്ട്, എന്നാൽ പോട്ടെ, വിട്ട് കളഞ്ഞേക്കാം. ഏതായാലും വരട്ടെ കേട്ടോ.
എന്നോട് ഒരുങ്ങാൻ പറഞ്ഞു കേട്ടോ. ഉടനെ ഒരുത്തി പറഞ്ഞു കേട്ടോ. അമ്മ 2 വഴക്ക് വന്നെ പെട്ടു. അപ്പൊ ആരാ വന്നേക്കുന്നെന്ന് കണ്ടല്ലോ. അല്ല മോള് പറഞ്ഞു കേട്ടല്ലോ. ഞാൻ പറഞ്ഞു കേട്ടോ, മോള് നല്ല സുന്ദരി കൊടുക്കുകയെന്നൊക്കെ എല്ലാരും പറഞ്ഞെന്ന് പറഞ്ഞപ്പോ ചിറ്റ അത് മേക്കപ്പ് ഇല്ലാഞ്ഞിട്ടാന്ന്. പക്ഷെ വെറുതെ കേട്ടോ, നല്ല സുന്ദരി കൊടുക്ക തന്നെ കേട്ടോ. ഏതി കൊച്ചേ, ഇവ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഇരിക്കുന്നത് തന്നെയാണോ ഇപ്പൊ സിന്ധു? ആണോ? അവിടുത്തെ അമ്മയുടെ ഈ പരിപാടിയാണോ? അയ്യോ അതെയോ, ആണോ? അവിടുത്തെ അമ്മയ്ക്ക് എന്നാ പഠിക്കാൻ പോണല്ലോ അവനുണ്ട്, പോണല്ലോ അവനുണ്ട്. അതാ പിന്നെ കുഴപ്പമില്ല, സമാധാനം. അതാണ് വേണ്ടത്. അച്ഛന്റെ സിമ്മിന്ന് ഒരു ഫോൺ വിളിക്കുവാ. അച്ഛന്റെ സിമ്മിന്ന് എന്നാ അച്ചുക്കുട്ടനെ എല്ലാവർക്കും അറിയാം അല്ലെ? അച്ചുക്കുട്ടനെ എല്ലാവർക്കും അറിയാം. ഞാൻ അച്ചുക്കുട്ടനാ സേവ് ചെയ്ത് വെച്ചേക്കണേ. ഞാൻ പറഞ്ഞു കല്യാണത്തിന് വന്നിട്ടേ പലരും മനസ്സിലായിട്ടൊന്നുമില്ല. പക്ഷെ മനസ്സിലായി എന്ന് പറയത്തില്ല. ആ മറ്റേ അടുത്തില്ലേ എന്നോട് പറയാ ആരധികം ചോദിച്ചു പറഞ്ഞേ. അപ്പൊ അവന്റെ കുഞ്ഞിലത്തെ സ്വഭാവം ഇതുവരെ മാറിയിട്ടില്ല. അങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ എന്റെ ദൈവം. എല്ലാവരോടും സന്തോഷവും സ്നേഹമായിട്ട്. അതെ അതെ. ഞങ്ങള് പണ്ട് എങ്ങനെയാണെന്നറിയാം, ഈ ഒരു വീട്ടിൽ വന്ന് ഒരാളെ പെറുക്കും അടുത്ത വീട്ടിൽ കൂടും. അതെ, ഏറ്റവും ആദ്യം എന്റെ വീട്ടിലോട്ട് വരും. എന്നിട്ട് എന്നെ കൊണ്ട് ഓരോരുത്തരത്തോട് പോകും. എല്ലാ വീട്ടിലും കയറി ഇറങ്ങും എന്നെ കൊണ്ട്. അല്ല ഉഷേച്ചി, അതെ ഉഷേച്ചി വന്നാലും ഇങ്ങോട്ട് വരും. എന്നിട്ട് വാടി വാ നമുക്ക് പോവാന്ന് പറഞ്ഞോണ്ട് അങ്ങനെ. അതിന് ഞാൻ സിന്ധുവിനോട് പറയും, എന്റെ ചേട്ടത്തിമാര് വരുമ്പോ ഞാൻ വരും കേട്ടോ. ഇന്നലെ വന്നാലും വേണ്ടിയല്ല. തോട്ടത്തിലെ വീട്ടിലേക്ക് ആവുമ്പോ ഞങ്ങൾ എല്ലാവരോടും അവിടുന്ന് പെറുക്കിയിട്ട് ഞങ്ങള് തോട്ടം വരും. എസ്റ്റേറ്റ് അവിടെയാണ് ഇഷ്ടം പോലെ ഇടയൊക്കെ ഉണ്ടായിരുന്നു മോനെ. നല്ലതായിരുന്നു. നമ്മുടെ കാരോട്ട് വീടേ, എസ്റ്റേറ്റ് വീടേ ഇപ്പൊ കൊള്ളത്തില്ലടാ. അടിപൊളിയായിരുന്നു. ചോറും കറിയും നല്ലതായിരുന്നോ? അല്ല അച്ഛന് ചോദിച്ചേ, അവള് പിന്നെ നല്ലതാണല്ലേ പറയത്തുള്ളൂ. എന്നാന്നറിയോ, അച്ഛന് ഒരു പറ്റു പറ്റി കേറിയാന്ന് ഓർത്തോണ്ട് എന്താ തിന്ന് കേരയൊക്കെ അവൻ തിന്നത്തുള്ളു കേട്ടോ. ആറ്റുമീൻ തിന്നത്തില്ല. മോതയല്ല, വലിയ കഷ്ണം മീനല്ലേ, വെള്ള കളർ. അപ്പൊ ചൂര നീ കൂട്ടത്തില്ലേ? ചൂരക്കകത്ത് കറുപ്പുണ്ട് ഇല്ലേ? ചൂരയൊന്നും സാധനം മേടിക്കാൻ സമ്മതിക്കല്ലോ. എന്നിട്ട് നമ്മള് കേര മേടിക്കുവാണെങ്കിൽ അതവൻ നോക്കി നിന്നിട്ട് അതിന്റെ സൈഡിൽ ഇച്ചിരി കറുപ്പുണ്ട് അതെല്ലാം മാറ്റിക്കും. അതുപോലെ ബീഫ് മേടിക്കാൻ ഒരു തരി നെയ്യ് വെക്കാനോ സമ്മതിക്കത്തില്ല. അവനതെല്ലാം കട്ട് ചെയ്യിപ്പിച്ച് മാറ്റിട്ട് അതല്ലാതെ വേപ്പിക്കും. എന്റെ പൊന്ന്, ആരാന്ന് പറഞ്ഞ കൊണ്ടുപറമ്പിലെ കൊച്ചുമാനോ? അത് ഭയങ്കര കാശാര്. മോള് അല്ല മോള് പറയും അത്രേ ഉള്ളൂ. എല്ലാ വീടും മോനേന്ന് പേരിട്ടാ മതി വെച്ചേ. അല്ല ഇത് അല്ല അവിടെയൊക്കെ ചെല്ലുമ്പോ അല്ലേ വിട്ടു പോകുന്നേ. അവിടെ എല്ലാ സാധനം കിട്ടുവാടാ നമ്മുടെ ഇവിടുത്തെ പോലെ. ചിക്കനും മേടിക്കണം, കുറച്ച് പന്നിയൊക്കെ കഴിക്കുന്നവർക്ക് ഭയങ്കര അഡ്വാൻറ്റേജ്. പന്നിക്കൊന്നും വിലയൊന്നുമില്ല. ഇവിടുത്തെ അത്ര വില പോലും ഇല്ല. 250 രൂപയുള്ളൂ പന്നിക്ക് അവിടെ. എന്നാ സാധനം ഏറ്റവും കൂടുതലല്ല ആയിരിക്കും ബീഫ്. ഇറച്ചിയൊക്കെയാണ് ബീഫ്. കൊണ്ടുപോകാൻ പറ്റിയല്ലോ. കൊണ്ടുപോകാനൊന്നും പറ്റുമോ? ഫ്രൈ ആക്കി കൊണ്ടുപോകാൻ അച്ചാറൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നുണ്ട്. നമ്മള് കഴിഞ്ഞ ബീഫ് അച്ചാറൊക്കെ കൊണ്ടുപോകും. പിന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന എനിക്ക് തോന്നുന്ന അല്ലാതെ കൊണ്ടുപോകാൻ പറ്റില്ല. അച്ചാറൊക്കെ കൊണ്ടുപോകും. അരിയോ? അരിക്കും മേടിക്കാൻ കിട്ടും. 10 കിലോയ്ക്ക് 1500 രൂപ. എവിടുത്തെ നമ്മുടെ നാട്ടിലായിരുന്നു. അല്ല പക്ഷെ തുണി 1500 രൂപ 1600 രൂപ റേറ്റ് ഇവിടുത്തെ. 14 കൊണ്ട് 15 കൊണ്ടൊക്കെ. പിന്നെ മട്ടേരി, പാലക്കാട് എല്ലാ സാധനം കിട്ടും. പൈസ അതേ കണക്കാവും. കുഴപ്പമില്ല, നമ്മൾ ഇവിടുത്തെ പൈസ വെച്ച് നോക്കുന്നോണ്ടാണ് കൂടുതലായിട്ട് തോന്നുന്നു. അവിടുത്തെ ശമ്പളം വെച്ച് നോക്കുമ്പോ കുഴപ്പമില്ലല്ലേ? കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളെല്ലാം മേടിക്കുമ്പോഴും നമ്മള് ചുമ്മാ ഇട്ടതിനായിട്ട് ഇങ്ങനെ അവിടുത്തെ പൈസ ഇവിടുത്തെ പൈസയായിട്ട് നോക്കും. ഞാൻ പിന്നെ നോക്കാറില്ല. അല്ല അപ്പൊ പിന്നെ വലിയ മാളുകളിലൊക്കെ പോവാണെങ്കിൽ ഓഫറിനൊക്കെ ഇല്ലേ? മാളായിട്ടൊന്നും ഇല്ല അവിടെ. മാള് നമ്മുടെ ദുബായ് ഒന്നും പോലെ അല്ലോ. മാളുകളൊക്കെ കുറവാ. മാളുകളൊന്നും നമ്മുടെ സാധനങ്ങൾ കിട്ടത്തൊന്നുമില്ല. അതൊക്കെ ഇംഗ്ലീഷ് സാധനങ്ങളല്ലേ ഉള്ളൂ. ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ള ചെറിയ ചെറിയ സൂപ്പർ മാർക്കറ്റുകളുണ്ട്, കുഞ്ഞു കുഞ്ഞു സൂപ്പർ മാർക്കറ്റ്. അവിടെയൊക്കെ നമുക്ക് വേണ്ട സാധനങ്ങൾ. കപ്പ സിന്ധുവിന്റെ വീട്ടിലെത്തി. സിന്ധുവിന്റെ വീട്ടിൽ
ആ കപ്പയൊക്കെ കിട്ടും അല്ലേ? എല്ലാം കിട്ടും സാധനങ്ങളെല്ലാം അതിലെ കിട്ടും. കയറി വരാം, അതിലെ കയറിയിട്ടൊക്കെ പോകാന്ന് തോന്നുന്നു. എന്നാ പിന്നെ നാളെ അതിലേക്ക് പോയാൽ നീ വീട്ടിൽപ്പെട്ട സാധനങ്ങളെല്ലാം ആക്കിയോ? അല്ല പാത്രങ്ങളും സാധനങ്ങളൊക്കെ ആയോ? ഗ്യാസും ഉണ്ട്. അന്ന് അത് കൂട്ടുകാരും എല്ലാവരും ചേർന്നല്ലേ? അല്ലെന്നേ നാളെ ആണോ? ചെറിയ ചെറിയ പാത്രങ്ങള്, കുക്കറ്, അങ്ങനെ അവിടെ ഇല്ലാത്ത സാധനങ്ങള്, കംപ്ലൈന്റ് ആയ സാധനങ്ങള് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് പോകണം അല്ലേ? അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് പോകണം അങ്ങനത്തെ ഒക്കെ. ഇത്തവണ പോകുമ്പം രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് മിക്സി അവര് കൊണ്ടുവന്നായിരുന്നു. അത് കംപ്ലൈന്റ് ആയിട്ട് മിക്സി കൊണ്ടുവന്നു. മുണ്ടിട്ട് റെസ്റ്റ് എടുക്കുക. എന്നിട്ട് പോ. എല്ലാരും ഇല്ല, ഞാനും കൊച്ചു അച്ചു. ഉള്ളില്ലാത്തത് കറുപ്പില്ലാത്തത്, വെള്ള കളർ കേക്കത്തില്ല, നിങ്ങളെ മിണ്ടായി കേക്കട്ടെ. ഞങ്ങൾ പറയാം, ഞങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ. ആ പിന്നെ മറ്റേ വൈറ്റ് കളറ് മറ്റേ മീനിന്റെ മോത കേര അങ്ങനത്തെ അതിന് എന്തെങ്കിലും. കറുപ്പ് പാട് വരാൻ അത് കറുപ്പില്ല കേട്ടോ, വൈറ്റ് തന്നെ കിട്ടണം. ആ നിർബന്ധ. കുറച്ച് റേസിസം ഉള്ള കൂട്ടത്തിലായതുകൊണ്ടേ. ആ അപ്പം ചിക്കനും ബീഫും മീനും ആയില്ലേ? പിന്നെന്നാ കുട്ടിയൊന്നും വേണ്ട, അതൊന്നും പിടിക്കത്തില്ല നമ്മള്. നിനക്ക് വേറെ വേണ്ട. കഴിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ കൂട്ടാൻ കൊള്ളാത്ത ഐഡിയാടാ ഇവൻ. അവള് കപ്പയും മറ്റേ എല്ലൊക്കെ തിന്നുമെന്ന് തോന്നുന്നു. അല്ല ഇത് എല്ലും കപ്പയും. നിങ്ങളെ വീട്ടിൽ പോട്ടി ഉണ്ടാക്കിയിട്ടില്ല? ആണോ? അല്ല പിന്നെ എല്ലാം ഉണ്ടാക്കാം അവിടെ വീട്ടിൽ. അങ്ങനെ വേണം. തിരിച്ചിരിക്കത്തില്ലാത്ത എല്ലാ സാധനം കഴിക്കണം. പിന്നെ അയ്യോ ചോദിക്കാൻ പറഞ്ഞു കിട്ടിയല്ലോ. ആണല്ലേ? ഓർക്കണം ചോദിക്കാൻ. ഒരു കാര്യം ചെയ്യും, ഇന്നലത്തെ കഞ്ഞിയും മുളകും എല്ലാം ഉണ്ട്, എടുത്ത് വെക്ക്. ഇപ്പൊ എല്ലാ അച്ചാറ് കൂട്ടിയൊക്കെ തിന്നാം നമുക്ക്. പിന്നെ അത് മതി, മാങ്ങാച്ചാറ് മാങ്ങാച്ചാറ് സാമ്പാറും. ഇനിയിപ്പൊ അങ്ങനെ മതി. അതല്ലേ നല്ലത്. മാങ്ങാച്ചാറ് ഇഷ്ടമുള്ള സാധനം. സാമ്പാറും. സാമ്പാറ് അയ്യോ എന്നോന്ന് സാമ്പാർ തരാൻ പറയുമായിരുന്നു. സാമ്പാറ്, കൊടുത്ത സാമ്പാർ. സാമ്പാറും മാങ്ങാച്ചാറും ഒന്നും വേണ്ട. ഈ എല്ലാരും അതമ്പാനെ അവിടുന്ന് ഇവിടുന്നൊക്കെ സംസാരിക്കും, എനിക്കൊന്നും കേൾക്കത്തുമില്ല. സാമ്പാർ കൊടുക്കാൻ ഞങ്ങള് വരണോടി, ഞങ്ങള് വരണോ? എടി സിന്ധു, ഞാൻ എന്റെ ചേച്ചിമാർ രണ്ടുപേരും വരുമ്പോ ഞാൻ എപ്പോഴും വരുന്നതല്ലേ, പിന്നെ ഇപ്പൊ ഒരു കൊച്ചു മാത്രമല്ലേ കൂടിയിട്ടുള്ളൂ. വേണ്ട വേണ്ട വേണ്ട, ഞാൻ വരും. അവിടുന്ന് ഒരു പടം എനിക്ക് ഇവിടെ വരുന്നുണ്ട്. ഇല്ല ഇല്ല, ബിരിയാണിയുടെ ആണോ എന്തോ ഒരു സ്മെല്ല് വരുന്നത്. എന്നാ ഫസ്റ്റ് നാത്തൻ, നീയൊക്കെ ആടി നാത്തൻ. വേണ്ട വേണ്ട, ഇനി ഞാൻ വരുന്നില്ല. ഞങ്ങളങ്ങോട്ട് പോകും. ഞങ്ങള് ഇന്ന് പോയി കഴിഞ്ഞാ പിന്നെ വേറെ ആരും കാണത്തില്ല. അത് ഓർത്താ കേട്ടോ. ആണോ? ഇനി വിളിച്ചോണ്ട് വന്നേക്കാം. ഞാൻ വരണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു, എനിക്ക് പിന്നെ വിളിച്ചോണ്ട് വന്നേക്കാം. ഇല്ല എനിക്ക് ഞാൻ ഞങ്ങള് വരുന്നതിന് മുന്നേ ചിലപ്പോ മുളമ്പുമായി കുട്ടായമാനോടെ വരും. അമ്മ വന്നോടി. ഞാൻ വിളിച്ചിട്ടുണ്ട് വരാൻ പറഞ്ഞു. ഞാൻ സിറ്റി വെച്ച് കുറെ പേരെയൊക്കെ കണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ അവിടെ കാണും, വൈകിട്ട് എല്ലാരും കൊണ്ട് പോര്, നിങ്ങൾക്ക് ഞാൻ ദുബായിന്ന് ഇറക്കുമതി ചെയ്ത സാധനങ്ങളും കുപ്പിയൊക്കെ സെറ്റാക്കി ഇട്ടുന്നേക്കാം. എടി സിന്ധു, ചേട്ടായി കണ്ടു പോയെന്നെ. ചേട്ടായി പരവേശം പിടിച്ചു, ഒരിക്കലും ഉണ്ണാൻ വന്നു ഇവര് വന്നു നിർത്ത്. എന്തിനാണോ അച്ഛനോട് കുറച്ച് യൂറോ മേടിക്കാൻ വന്നത്. യൂറോ അല്ല, എന്റെ പൗണ്ട് കണ്ണനോട് ചോദിക്കുന്ന കേട്ട്, എടാ കണ്ട അവിടുത്തെ യൂറോ ആണോ എന്നതാണ്. ഞാൻ സിറ്റി കണ്ട എല്ലാരെയും വിളിച്ചിട്ടുണ്ട്, എല്ലാരുമായിട്ടങ്ങ് വരാം. സിന്ധു അമ്മയോടാ കേട്ടോ. എന്റെ വണ്ടി ഐഡന്റിഫൈ ചെയ്ത എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് പോരെ. ഈ നാക്കല്ലാണ്ട് പണ്ടേ ഇവരെ നരി കൊണ്ടുപോയി. ട്രാവലർ വിളിക്കണോ അങ്ങോട്ട്? എല്ലാരും മയക്കാനൊരു നാക്കുണ്ട്. ട്രാവലർ വിളിക്കണോ? എന്റെ മൂത്തമ്മാവൻ അവിടെ 2 പുതിയ മുറിയാ പണിതിട്ടേക്കുന്നെന്നാ പറഞ്ഞേ. ആൾക്കാരുടെ എണ്ണം കൂടിയാലും കുഴപ്പമില്ലെന്നാ പറഞ്ഞേ. റെഡിയാട്ടെ. അവനിപ്പോ വന്നപ്പോ എന്നെയും കൊണ്ടുപോകണം കേട്ടോ. ഞാൻ പറയാൻ വന്നേക്കാം. ഏത് ഏത് ആ
ആ അത് കുട്ടാൻ ഇടുന്നൊരു കുഞ്ഞാഷം കൊണ്ട് മൊത്ത കളഞ്ഞില്ല ഇവിടെ ഇത് ഇടാന്ന് ഓർത്തോണ്ട് നോക്കിയതാ നീ വന്നേക്കാം കഥയൊക്കെ പിന്നെ പറയാം ഒരു പണി നടക്കുകയല്ല കാലക്രമേണ വയ്യപ്പയി അതെ അതെ അപ്പൊ ഞങ്ങളുടെ മുറ്റത്ത് കുറച്ചുകൂടി ഇടുന്നു വഴി നോക്കി. പക്ഷെ ആ വഴി വൃത്തിയായി നല്ല അന്ന് വന്ന് കണ്ടപ്പോ എനിക്ക് ദൈവമേ എന്നാ ദിവസം ഉണ്ടെന്ന് ഓർത്തു. പക്ഷെ എല്ലാം സെറ്റായി. അത് കുട്ടാനെണ്ണം നിറച്ചുണ്ട്. ആ ശരിയാ. ഞാൻ അവിടെ കേറിയിട്ട് അങ്ങോട്ട് പോയിട്ട് വരാം. അപ്പത്തേക്കും വാ. ഇപ്പൊ സമയം എത്രയായി? 4 മണി. ഒരു 6 മണിക്ക് മുന്നേ അങ്ങോട്ട് വാ. ഒരുത്തി പറഞ്ഞ അമ്മ 2 വഴക്ക് പറയാമെന്ന്. അയ്യോ മതി. 6 മണിയാകുമ്പോ ആയേ. നിങ്ങൾ 6 മണിയാകുമ്പോഴാണോ കരയോട്ട് വരുന്നേ? 6 മണിക്ക് മുന്നേ വരാനാ പറഞ്ഞത്. ആ ശരി വന്നേക്കാം. ഇപ്പൊ വന്നേക്കാം. ചേട്ടയുടെ കടയോടെ നിർത്തിയാൽ കേട്ടോ. ആ അരി മേടിക്കുന്ന അവിടുന്ന് മേടിക്കും. ദേവു ബേക്കറി ചെല്ലി അച്ഛൻ്റെ സ്വഭാവം ഒന്നും മാറിയിട്ടില്ല കേട്ടോ. വാ ജിറ്റേ എന്ന് പറഞ്ഞിട്ട് ദേവു പോകുന്നു കേട്ടോ. ഇനിയിപ്പോൾ പുറകെ ചെന്നില്ല അവൻ ഇവിടെ തിരിച്ചു വരും. സ്കൂട്ടിയും കൊണ്ടൊന്ന് ചെന്നിട്ട് പിന്നെ ഇറങ്ങി വരാം. അല്ലാതെ തന്നെ ചെയ്യുന്നത്. സമയമാണെങ്കിൽ 4:30 അതിനാടാ നേരെ തന്നെ ഇറക്കിയാൽ മതിയായിരുന്നല്ലോ. ഇവൻ പാവം അന്ന് കൊണ്ടുവന്ന് വണ്ടിയേ എന്നെ കൊണ്ടുവന്ന് ഗ്രൗണ്ടിൽ ഓടിപ്പിച്ച് കേട്ടോ. പുത്തൻ വണ്ടിയല്ലേ. എന്നിട്ട് കൊണ്ടുവന്ന് ഓടിപ്പിച്ച് പഠിപ്പിച്ച് ഉണ്ടോ പോകുന്ന പോക്ക്. പിള്ളേർക്കൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഇതാവും, പഠിക്കും. എന്നാലും ഒത്തിരി സന്തോഷമായി കേട്ടോ. നല്ലൊരു കുഞ്ഞും മോളും. അപ്പം എന്തായാലും അവരങ്ങനെ വന്നിട്ട് പോയി. അപ്പം ആരാ വന്നതെന്നൊക്കെ കണ്ടല്ലോ അല്ലേ. അച്ചുക്കുട്ടനും മാളുമാണ് വന്നത് കേട്ടോ. ശാന്തക്കുച്ചിയും കൂടെ വന്നു. ഉണ്ണിയും പിന്നെ രേഷ്മയും വന്നില്ല. രേഷ്മ ഓണത്തിന് വീട്ടിൽ പോയിട്ട് അവൾക്ക് അവിടെ ചെറുപ്പം ജലദോഷം പിടിക്കാൻ വേണ്ടി ചെയ്തു. അതുകൊണ്ട് വന്നിട്ടില്ല കേട്ടോ. അല്ലെ അവരോട് വരാൻ വേണ്ടിയിട്ട് ഇരുന്നതായിരുന്നു. എന്നാ ചെയ്യാനാ വന്നില്ല. പിന്നെ ചേട്ടൻ ഈ പറഞ്ഞോടൊക്കെ എല്ലാത്തിൽ നിന്നും ഇങ്ങനെ യാത്ര പോകുന്നതിൽ നിന്നെല്ലാം ഒഴിവായി മാറും. എനിക്ക് പറ്റിയല്ലേ, എനിക്ക് വയ്യ വേണ്ട. ഞാൻ ഇന്നലെ ഫുള്ള് അമ്പലങ്ങളിൽ കൂടെയൊക്കെ പോയിരിക്കാമെന്ന് പറഞ്ഞു. അമ്പലപ്പുഴയോ മണ്ണാർശാലയോ അങ്ങനെ കുറേ അമ്പലങ്ങളിൽ കൂടെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതിന് ചേട്ടൻ പോയി. എന്നിട്ട് ഇന്ന് എന്ത് ചെയ്താൽ വരുന്നില്ല, എന്നെ വിളിക്കണ്ടേന്ന് പറയുന്നത്. അപ്പോൾ ചേട്ടനും വന്നില്ല. ചേച്ചിയും അച്ചുവും ആളും കൂടെയാണ് വന്നത് കേട്ടോ. ഒന്നും പറയണ്ട. വായിറ്റേ ഒരുങ്ങിയിട്ടേ വണ്ടി ഓടിപ്പിച്ചതല്ലേ. ഞാൻ വണ്ടി അന്ന് ഞാൻ ഓടിപ്പിക്കാൻ തരാമെന്ന് പറഞ്ഞിട്ട് തന്നതല്ലേ. ഒരുങ്ങിയിട്ട് ഒരു രക്ഷയില്ല. ഞാൻ ലാസ്റ്റ് പറഞ്ഞു ഞാൻ പുറകെ വന്നേക്കാം. അവിടെ ഒരമ്മാവൻ്റെ വീട്ടിൽ കയറിയിട്ടും കൂടെയാണ് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അവിടെ കയറിയിട്ട് വരുമ്പോഴത്തേനും ഞാൻ ഡ്രസ്സ് ചെയ്ത് വന്നേക്കാം, നീ പൊക്കോ. ഇല്ല സമ്മതിക്കില്ല കേട്ടോ. വണ്ടിയെ കയറി ഞാൻ ചെല്ലിയെന്ന് ഓർത്ത്. അപ്പോൾ എന്തായാലും ഞാൻ മനസ്സിൽ വിചാരിച്ചു ചുമ്മാ ഒന്ന് പോയിട്ട് ഓടി ഇറങ്ങി. ഇപ്പം സമയം 4:30 ഇനിയിപ്പോൾ അതുങ്ങൾ അവിടെ നിന്നൊക്കെ കറങ്ങിയിട്ട് സന്തോഷത്തോടെ വരുമ്പോഴത്തേക്കും സന്ധ്യയാവും. എന്തായാലും പോയിട്ട് വരാം എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അപ്പോൾ എന്തായാലും ഞാനൊന്ന് പോയിട്ടൊക്കെ വരാം. അവിടെ വരുമ്പോഴത്തേ ഞാൻ മുമ്പിൽ പോയി നിൽക്കുക. അവർ വരുന്നതിന് മുമ്പായിട്ട് ഞാൻ പോയി നിൽക്കുക. ചിറ്റപ്പനോട് വിളിക്കും, നമുക്ക് അവിടെ കൂടിയേച്ചാൽ മതി, അവിടെ കൂടി വെച്ചാൽ മതി എന്ന്. പണ്ട് മുതലേ അച്ഛനൊരു സൂക്കറുണ്ട്. അച്ഛൻ വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനെയും വലിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വീട്ടിൽ കൊണ്ട് താമസിക്കും. വന്നാൽ ഞങ്ങളുടെ എസ്റ്റേറ്റ് വീട്ടിലാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുവരുമായിരുന്നു എല്ലാവരെയും കൂടെ. ഇപ്പം സന്തോഷം ഡൗട്ട് എല്ലാവരെയും കൂടെ വിളിച്ചിട്ട് സന്തോഷം ഡൗട്ട് ചെയ്യലും. എന്നിട്ട് അവിടെ അടിച്ചു വിളിക്കും രാത്രി മൊത്തം. കഴിഞ്ഞ പ്രാവശ്യം അങ്ങ് പോകാൻ 2 ദിവസം മുമ്പ് വന്നിട്ട് അങ്ങനെയായിരുന്നു. അപ്പം എന്തായാലും ഞാൻ നിൽക്കുന്നില്ല, പോയി ജസ്റ്റ് ഇങ്ങോട്ട് വരും. എന്നാന്ന് വെച്ചാൽ ചേട്ടായിക്ക് കടയിൽ നല്ല തിരക്കും കാര്യങ്ങളും. ആ കടയിൽ പകുതി പേരില്ല. അപ്പോൾ ചേട്ടൻ ലേറ്റ് ആയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരുന്നത് തന്നെ. അപ്പോഴത്തേനും അത് വെള്ളമൊക്കെ ചൂടാക്കി വെക്കണ്ടേ. അതുകൊണ്ട് ഞാൻ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും വിളക്ക് എത്തിക്കുന്ന സമയമാകുമ്പോഴത്തേനും തിരിച്ച് വരാമെന്ന് കരുതി പോകുന്നു കേട്ടോ. എന്നിട്ട് നാളെ നമുക്ക് വീണ്ടും കയറി പോകാം രാവിലെ. ഇപ്പോൾ സ്കൂട്ടി ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് പോകാമല്ലോ ധൈര്യമായിട്ട്. അപ്പോൾ ശാന്തക്കൊച്ചി സ്കൂട്ടി ഓടിക്കുന്നത് കണ്ടുമില്ല. അച്ചുവൊക്കെയാണെങ്കിലും കണ്ടില്ല, ശാന്തക്കൊച്ചിയും കണ്ടില്ലായിരുന്നു. ചേച്ചിനെ നമ്മൾ സ്കൂട്ടി ഓടിച്ചതിനോടെ കൊണ്ട് കാണിച്ചു, കുട്ടായിനെ ഫസ്റ്റ് കൊണ്ട് കാണിച്ചു. അപ്പോൾ ഇനി ശാന്തക്കൊച്ചിയെ നമ്മൾ സ്കൂട്ടി ഓടിച്ചൊന്ന് കാണിക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വിശേഷം ഇവിടെ കൊണ്ടങ്ങ് നിർത്താം. നാളത്തെ വിശേഷങ്ങൾ സന്തോഷിൻ്റെ അവിടുത്തെ അടിച്ചുപൊളി ആയിരിക്കും. അമ്മയും എല്ലാവരും ഉള്ള വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പം ആരും മിസ് ചെയ്യാണ്ടൊക്കെ ആ വീഡിയോയും കാണുക. എന്താണോ കുറച്ച് ഇപ്പം ഈ ഓണത്തിൻ്റെയും ചതയത്തിൻ്റെയും തിരക്കൊക്കെ കൊണ്ടായിരിക്കാം ഇച്ചിരി കുറഞ്ഞു പോയത് തോന്നുന്നു. സാരമില്ല, പതിയെ നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വിശേഷം ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൊണ്ട് തിരിച്ചു കൊടുത്തേരാം കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും കൈ ഒരിച്ചിരി മുറിഞ്ഞ കേട്ടോ. വലിയ പൊന്തൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞു മുറിയിൽ